അപ്പോൾ ഇതിൽ ഉണ്ണിച്ചേട്ടൻ ഒരു IVF സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ശരിക്കും നമ്മൾ കോമഡി എന്നുള്ള രീതിയിലാണ് എല്ലാം ഇപ്പോൾ പോസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. പക്ഷെ ടോട്ടലി ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ജോണേഴ്സ് അതിനകത്ത് വരുന്നുണ്ട് ചേട്ടാ? ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ ലൈഫ് തുടങ്ങുന്നത് മുതലുള്ള പുള്ളി പറഞ്ഞു ഗൈനക്കോളജി എന്ന് പറഞ്ഞൊരു ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന മുതലുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അതൊരു ഫീമെയിൽ ഡോമിനേറ്റഡ് ഫീൽഡാണ്. അപ്പൊ യൂഷ്വലി നമ്മൾ സംസാരിക്കുന്ന ഒരു മെയിൽ ഡോമിനേറ്റഡ് സ്ഥലത്ത് ഒരു ഫീമെയിലിന് സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് യൂഷ്വൽ സോഷ്യൽ മീഡിയ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഒരു റോൾ റിവേഴ്സലാണ് ഓൾമോസ്റ്റ്. പക്ഷെ നമ്മൾ ഒരുപാട് പേരെ പോയി മീറ്റ് ചെയ്ത് പല മെയിൽ ഗൈനക്കോളജിസ്റ്റ് നമ്മൾ അറിയാത്തത്രയും ഒരുപാട് മെയിൽ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. ആൻഡ് അവരൊക്കെ IVF സ്പെഷ്യലിസ്റ്റ് എസ്പെഷ്യലി കൂടുതലും മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആണ്. ആൻഡ് ഭയങ്കര എക്സൽ ചെയ്തിട്ടുള്ള കേരളത്തിൽ തന്നെ ടോപ്പ് എന്ന് പറയാവുന്ന ആൾക്കാരൊക്കെ മെയിൽ ആൾക്കാരാണ്. എപ്പോഴും ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ എപ്പോഴും വരുള്ളൂ. അപ്പൊ അത് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആണ്. അപ്പൊ ആ ഒരു ലൈഫ് പുള്ളിയുടെ ഫുൾ ഉണ്ട്. ലൈക്ക് കരിയർ ലൈഫ്, പിന്നെ ഈ കോളേജ് ലൈഫ് മുതൽ ഒരു കരിയർ, ഒരു ഫാമിലി ലൈഫ്, റൊമാൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫാമിലി ഡ്രാമ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്കേജ്. ഇപ്പൊ നമുക്ക് ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ കൂടെ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ലൈറ്റ് ഹാർട്ടഡ് പടം.